ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു മലയോര മേഖലയിൽ കൂടെയുള്ള ഒരു യാത്രയും ബുള്ളറ്റിൻ്റെ 5 വർഷത്തെ റിവ്യൂ ആണ്. ബുള്ളറ്റിന് എടുത്തിട്ട് 5 വർഷമായിരിക്കുകയാണ്. 5 വർഷത്തെ ഈ ബുള്ളറ്റ് ഇന്ന് ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, അത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സത്യസന്ധവും ആത്മാർത്ഥമായിട്ട് പറയുന്ന. അപ്പോൾ അതിനു മുമ്പ് ഈ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ പറയാം. ഈ വണ്ടി ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എലക്ട്ര FI ആണ്, 2020 മോഡലാണ്. ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇത് എടുക്കാനുള്ള സാഹചര്യം തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു മോപ്പഡ് ഗിയർലെസ് വണ്ടിയിൽ നിന്ന് ഒരു ഗിയർ വണ്ടിയിലേക്ക് മാറുമ്പോൾ സാധാരണഗതിയിൽ ഒരു കമ്മ്യൂട്ടഡ് ബൈക്കാണ് എടുക്കേണ്ടത്. പക്ഷേ ഞാൻ അന്ന് ചൂസ് ചെയ്തത് ഇതൊരു ഈ വണ്ടിയാണ്, അതായത് ബുള്ളറ്റാണ്. ബുള്ളറ്റ് എടുക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നല്ല വണ്ടി എടുക്കണമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് ബുള്ളറ്റ് ഒരു തരംഗമായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. ബുള്ളറ്റ് ഷോറൂംസ് ഒക്കെ ഒരുപാടുണ്ട്, ഒരുപാട് വണ്ടികൾ ഇറങ്ങി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബുള്ളറ്റിൻ്റെ വിൽപ്പനയെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊമോഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ വാഹനം എടുക്കുകയാണ്, ഈ വണ്ടി എടുക്കുകയാണ്. പക്ഷേ എടുത്തതിന് ശേഷം ഞാൻ 2-3 റിവ്യൂസ് ഈ വണ്ടിക്ക് പറ്റി ചെയ്തു. ഇന്ന് ബുള്ളറ്റിൻ്റെ ആദ്യത്തെ സർവീസിന് ശേഷവും പിന്നീട് ഒരു 2 വർഷത്തിന് ശേഷവും ഒക്കെ ഈ വണ്ടിയെ പറ്റിയുള്ള എക്സ്പീരിയൻസ് ഒരു 3 തവണ കിട്ടി. ഒരു ആദ്യത്തെ വർഷവും പിന്നത്തെ വർഷവും 3-ാമത്തെ, പിന്നെ ഇത് 5-ാമത്തെ വർഷമാണ്. പിന്നെ നേരെ 2 വർഷമൊന്നും ചെയ്തില്ല. പിന്നെ 5-ാമത്തെ വർഷമാണ് ഇലക്ട്ര എന്ന് പറയുന്ന ഈ വണ്ടി. അതായത് സെൽഫ് സ്റ്റാർട്ടുണ്ട്, കിക്ക് സ്റ്റാർട്ടുണ്ട്, എല്ലാം. പക്ഷെ വണ്ടിയെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം, ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒന്ന്, വണ്ടിയുടെ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ വളരെ കൂടുതലാണ്. ഈ വണ്ടിയുടെ പാർട്സ് ഒക്കെ കിട്ടാൻ അത് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ മേടിക്കുന്നത് നല്ല പൈസയാണ്. ഇപ്പോൾ എക്സ്റ്റൻഡഡ് വാറണ്ടി അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കാതെ ഇതിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായി. അതാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സർവീസിനെ പറ്റിയാണ്. ഈ വാഹനത്തിൻ്റെ സർവീസ് നമുക്ക് ഷോറൂമിൽ നിന്ന് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോറൂമിൽ ചെയ്യും. കാരണം വണ്ടിയെ കൂടുതൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവാതെയും അതുപോലെ തന്നെ വണ്ടിയുടെ മികച്ച മെയിൻ്റനൻസിനൊക്കെ ഷോറൂം സർവീസാണ് നല്ലതെന്നുള്ള ഒരു ചിന്തയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. പക്ഷെ അത് ഒരു മിഥ്യാധാരണയാണ്. കാരണം ഷോറൂം സർവീസ് കൊണ്ട് എനിക്ക് ഇതിലേക്ക് മെച്ചം കിട്ടിയിട്ടുണ്ട്. കാരണം ഈ വണ്ടിക്ക് പ്രധാനപ്പെട്ട 2 പണികളാണ്. ഒന്ന് ഇതിൻ്റെ EFI, ഇതിൻ്റെ EC യൂണിറ്റ്, ഇലക്ട്രിക്കൽ കൺട്രോൾ യൂണിറ്റ് ഓൾമോസ്റ്റ് ഒരു 2 തവണ മാറേണ്ടത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് എനിക്കന്ന് വലിയ പൈസ ചിലവാതെ ഈ EC യൂണിറ്റ് മാറി കിട്ടിയത്. കാരണം ഈ വണ്ടിയുടെ EC യൂണിറ്റ് നല്ല വിലയുള്ളതാണ്, നല്ല വിലയുള്ള EC യൂണിറ്റാണ്. അത് 2 തവണ കംപ്ലൈൻ്റ് ആയിട്ടില്ല. അപ്പോൾ 1 തവണ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തത് കൊണ്ടും മറ്റൊന്ന് ഇതിന് വേണ്ടിയിട്ട് ഒരു കൂപ്പൺ എടുത്തതുകൊണ്ടും വലിയ പൈസ ചിലവില്ലാതെ അത് മാറി കിട്ടി. EC യൂണിറ്റൊക്കെ 2 തവണ കംപ്ലൈൻറ്റ്, 5 വർഷത്തിനിടയിൽ 2 തവണ കംപ്ലൈൻറ്റ് ആകുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ല. പിന്നെ ഈ വാഹനത്തിന് ചെയിൻ മാറ്റി, അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ഇതിൻ്റെ സർവീസ് ചെയ്ത് തരുന്ന സർവീസ് സെൻറ്റേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വാഹനം നമ്മളെ വഴിക്കാക്കി, ഒരു വണ്ടി നമ്മളെ വഴിക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ വഴിക്കാക്കിയത് മറ്റേ നമുക്ക് പിന്നെ ഇത് ആത്മസ്വല്പത്തെ യാത്ര ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഫാമിലിയോ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ ഈ ഒരു വാഹനം വഴിക്കാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറ്റില്ല. എൻ്റെ 5 വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ വണ്ടി 1-2 തവണ വഴിക്കായിട്ടുണ്ട്. പലപ്പോഴും അത് കീഴിനോട് അടുത്തായതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഫോറസ്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തുള്ള യാത്രക്കിടയിലോ ഇങ്ങനെ വഴിക്കായി കഴിഞ്ഞാൽ വണ്ടി ഇലക്ട്രിക്കൽ ഒരു
യൂണിറ്റ് ആണ്, അതുപോലെ തന്നെ മെഷീൻസ് യൂണിറ്റ് ആണ്, കംപ്ലൈൻ്റ് ആവും, ഇതൊന്നും പറയുന്നില്ല. ആയിക്കോട്ടെ, കംപ്ലൈൻറ്റ് ആയിക്കോട്ടെ. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വാഹനം കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ അതിനെ മുൻകൂട്ടി കണ്ട് അതിനെതിരെ പ്രതിരോധ നടപടി സ്വീകരിക്കുന്ന ഒരു ഉപഭോക്താവ്, മനസ്സിലായി, ഒരു പ്രതിരോധ നടപടി സ്വീകരിക്കുക. വണ്ടിക്ക് ആ മിസ്സിങ് അനുഭവം, ഈ വണ്ടിയുടെ പ്രധാന കംപ്ലൈൻറ്റ് വരുന്നത് മിസ്സിങ് ആണ്. പല സ്ഥലത്തും മിസ്സിങ് അനുഭവം, പലപ്പോഴും മിസ്സിങ് ആണ്. ഈ മിസ്സിങ്ങിൻ്റെ പ്രധാന കാരണം ഇലക്ട്രിക് യൂണിറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണ്, ഇലക്ട്രിക്കൽ പ്രോബ്ലമാണ്. വണ്ടിക്ക് ചെറിയ ഇലക്ട്ര എന്ന പേരാണെങ്കിലും വണ്ടിയുടെ ഇലക്ട്രിക്കൽ പാർട്സ് ചെറിയ കംപ്ലൈൻ്റ് ആണ് എന്നാണ് എൻ്റെ ചിന്ത. അതുകൊണ്ടായിരിക്കണം ഞാൻ മിസ്സിങ് വരുന്നത്. മെഷീൻ വൈസ് ഓക്കെ, പക്ഷേ ഇലക്ട്രിക്കൽ യൂണിറ്റിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേനും വണ്ടിക്ക് ചില പരാജയമുണ്ട്. ഇലക്ട്രിക് യൂണിറ്റ്സ് പലപ്പോഴും കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ക്ലാസിക്കിലൊന്നും ആ പ്രശ്നം വരുന്നില്ല, പക്ഷേ ഇലക്ട്രിക് അത് പ്രശ്നം ഞാൻ കാണുന്നു. EC യൂണിറ്റ് 2 തവണ പോയതും, അതുപോലെ തന്നെ റിലേ, അതുപോലെ തന്നെ വണ്ടിയുടെ ഇലക്ട്രിക്കൽ ഭാഗങ്ങളുടെ ഭാഗത്തേക്ക് വണ്ടിയുടെ ക്വാളിറ്റിയെ പറ്റി എനിക്ക് വലിയ സംശയം. അത് ഈ പീസിൻ്റെ കുഴപ്പമാണോ, അതോ ഇലക്ട്ര എന്ന് പറയുന്ന ആ ഒരു സീരീസിൻ്റെ മൊത്തം പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയില്ല. അതെനിക്ക് വലിയ പ്രശ്നമാണ് തോന്നുന്നത്. വണ്ടിക്ക് മിസ്സിങ് വരുമ്പോൾ വണ്ടി ഓഫറിൽ പോകും എന്നുള്ളതാണ് ഈ വണ്ടിയെ സംബന്ധിച്ച പ്രധാന കംപ്ലൈൻ്റ് ആയിട്ട് തോന്നുന്നത്. അത് മനസ്സിലാക്കാം, അങ്ങനെ വണ്ടി ഒരു ഇലക്ട്രോണിക് ആൻഡ് മെഷീൻ യൂണിറ്റ് ആണ്, അതിന് കംപ്ലൈൻറ്റ് വരാം. പക്ഷേ അത് മുൻകൂട്ടി കണ്ട് വണ്ടിക്ക് സർവീസിന് വെച്ചിട്ട് ഇറക്കി കഴിഞ്ഞാൽ ആ വണ്ടിക്ക് പിന്നെ സർവീസ് കഴിഞ്ഞ ഉടനെ തന്നെ കംപ്ലൈൻറ്റ് വരുന്നതിനോട് ഒരിക്കാൻ കഴിയില്ല. കാരണം ഒരു ദീർഘദൂര യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ വണ്ടി സർവീസിന് വെക്കും, വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ചെറുതായിട്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കും. സർവീസ് സെൻറ്ററിൽ നിന്നുള്ള ടെക്നീഷ്യന്മാർ അത് പരിഹരിച്ച് തരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ആ വണ്ടി തിരിച്ച് മേടിച്ച് വരുന്നു. പക്ഷേ തിരിച്ച് മേടിച്ചത് കംപ്ലൈൻറ്റ് പരിഹരിക്കാതെ തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ വൈറ്റാവും. ലാസ്റ്റ് ഉണ്ടായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ ചെയ്യേണ്ട എന്ന് തിരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് എനിക്കുണ്ടായ ഈ അനുഭവം തന്നെ വല്ലാതെ ഈ വണ്ടിയോടുള്ള താല്പര്യം വല്ലാതെ കുറയ്ക്കുകയുണ്ട്. ഒരു ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് പോവുകയായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് വണ്ടി സർവീസ് സെൻ്റർ കയറ്റി, പക്ഷേ സർവീസ് അതിനുള്ള മിസ്സിങ് ചെറുതായിട്ടൊക്കെ വണ്ടിക്ക് കണ്ടു തുടങ്ങി. അപ്പോൾ അങ്ങനെ മിസ്സിങ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുള്ള കാരണം കണ്ടെത്തുകയോ അത് പരിഹരിക്കാനോ നമ്മുടെ സർവീസ് ടെക്നീഷ്യന്മാർക്ക് സാധിക്കില്ല. വളരെ പറയാം, സർവീസ് ടെക്നീഷ്യന്മാരെ കുറ്റം പറയുന്നില്ല, കാരണം അവർക്ക് പരിമിതികളുണ്ട് കംപ്ലൈൻറ്റുകൾ നടത്താനും പരിഹരിക്കാൻ. പക്ഷേ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലുള്ള ഒരു സർവീസ് റോയൽ എൻഫീൽഡ് കിട്ടുന്നില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസ വളരെ ഒരുപാട് പൈസയാണ്. 2000, 2500, ചിലപ്പോൾ ഒരു 5000 രൂപ വരെ സർവീസിൻ്റെ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യും. പല ഭാഗങ്ങളായി മാറ്റി പാർട്സുകൾ മാറ്റുന്നത് നല്ലത്. അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് വണ്ടിയുടെ പ്രോബ്ലം പരിഹരിക്കുന്നതാണ് ഒരു യഥാർത്ഥ സർവീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു സർവീസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ അത് സർവീസ് സെൻറ്റേഴ്സ് അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല പലപ്പോഴും പ്രോബ്ലംസ്. വണ്ടി കംപ്ലൈൻറ്റ് ആയി ചെന്ന് വണ്ടി കംപ്ലീറ്റ്ലി വണ്ടി പിന്നെ റോഡിൽ മിസ്സായതിന് ശേഷമാണ് അവരെത്തുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നത്. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ് ഉപഭോക്താക്കൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് ചിന്തിക്കാവുന്ന അപ്പുറമാണ്. കാരണം കൂടെ മറ്റ് സഹയാത്രികരുണ്ടാവും, അവർക്കുണ്ടാകും ഫാമിലി ഉണ്ടെങ്കിൽ അവർക്ക്. അതുപോലെ തന്നെ ആ വണ്ടി ഏതെങ്കിലും ബ്ലോക്ക് സ്ഥലത്താണ് വണ്ടി ഓഫായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം അപ്പം നമ്മൾ ഇറവി യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് വണ്ടി സർവീസ് സെൻ്ററിൽ കയറ്റി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കംപ്ലൈൻറ്റ് ഇല്ലാതെ തിരിച്ചെത്തണം എന്നുള്ളത്. അത് സർവീസ് സെൻ്ററുകാർക്ക് അതിനുള്ള ഒരു ആത്മാർത്ഥമായ ഒരു ശ്രമം അവരുടെ ഭാഗത്ത് ഉണ്ടാകില്ല. കൊടുക്കുന്ന ബേസിക് കിട്ടുന്നില്ല ആണ് യാഥാർത്ഥ്യം. അത് എല്ലാ സർവീസ് സെൻ്ററുകാരും അടിച്ചാച്ച് കഴിഞ്ഞാൽ ചില സർവീസ് പേരെടുത്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വാഹനം ആത്മവിശ്വാസത്തോടെ നിരത്തിൽ വെക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് വാസ്തവം. അല്ലാത്ത പക്ഷം വണ്ടി കൂടുതൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വാഹനത്തോടുള്ള താല്പര്യം കുറയും, മറ്റും ചെയ്യും. പക്ഷേ ഈ ഒരു ബ്രാൻഡ് നമ്മുടെ
ബുള്ളറ്റ് എന്ന ബ്രാൻഡാണ് ഈ വാഹനത്തിന് പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞു. ബുള്ളറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിനെ വല്ലാതെ ആളുകൾ ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ ബ്രാൻഡിങ് നടന്നു വരുന്നു ആളുകളുടെ മനസ്സിൽ. അതുകൊണ്ടാണ് ആ വാഹനം ഇപ്പോഴും, ഈ വണ്ടി ഇപ്പോഴും ആളുകളുടെ ഹൃദയത്തിൽ തന്നെ കൂടുന്നു. പക്ഷെ അത് എക്കാലവും ഹൃദയത്തിൽ നിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഇല്ലാതെ പോകണം. കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടികൾ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു മടുപ്പ് ആളുകളുടെ ബാധിക്കും. എനിക്കിപ്പോൾ വാഹനം ഡിസ്പോസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇനിയൊരു കംപ്ലൈൻറ്റ് ഇവിടെ താങ്ങാൻ സാധിക്കില്ല. ഇപ്പം ഞാനൊരു ദീർഘത്തെ യാത്രയ്ക്ക് പോകണം, റാണിപുരത്തേക്ക് പോകണം. റാണിപുരം എന്ന് പറയുന്ന ഒരു മലയോര മേഖലയുടെ ഊട്ടി, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഊട്ടി, അല്ലെങ്കിൽ മിനി ഊട്ടി എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ മുന്നാറിന് സമാനമായ കാലാവസ്ഥയുള്ള ഒരു സ്ഥലമാണ് കാപ്പൂർ ജില്ലയിലെ റാണിപുരം. അപ്പോൾ അവിടേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ദീർഘയാത്രയിൽ ഒരു കുറച്ച് ചലഞ്ചിങ് ആയ യാത്രയാണ്. ബുള്ളറ്റ് അവിടേക്ക് കയറുമോ എന്നുള്ളത്, അവിടെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തുക എന്നുള്ളതും നമുക്ക് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. ഇതിനിടയ്ക്ക് എന്തെങ്കിലും മിസ്സിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും കംപ്ലൈൻറ്റ് പോലെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യ ബിസിനസ് പൂർണ്ണമായി നഷ്ടപ്പെടുകയും പിന്നീട് നമുക്ക് വാഹനത്തോടുള്ള താല്പര്യം കുറയുകയും ചെയ്യാം. അത് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. മെയിൻ്റനൻസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കീശ ജോലി, ഇതിൻ്റെ പൈസ കൊടുത്ത് വാഹനം എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മികച്ച സർവീസ് കിട്ടുകയാണെങ്കിൽ 6 മാസത്തിലൊന്നോ ഒക്കെ ഉള്ള മെയിൻ്റനൻസ് നമുക്ക് താങ്ങാൻ സാധിക്കും. പക്ഷേ മാസം തോറും മെയിൻ്റനൻസ് നടത്തേണ്ട ഗതികേട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഒരു ഓവറോൾ 5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചാൽ ഇതിൻ്റെ മെയിൻ്റനൻസിനൊക്കെ നല്ലൊരു തുക ചിലവായി. അത് കൂടാതെ ഇത്തരത്തിൽ വാഹനം കോൺഫിഡൻസോടെ ഓടിക്കാൻ പറ്റാത്ത സാഹചര്യം, അത് അതിൻ്റെ മിസ്സിങ് കംപ്ലൈൻറ്റ്സ് വളരെയധികം കൂടുതലാണ്. അത് ഇലക്ട്രിക്കലായ ഭാഗത്താണ് പ്രശ്നമുള്ളത് കൂടുതൽ, അല്ലാതെ മെഷീൻ്റെ ഭാഗത്തുനിന്ന് എഞ്ചിൻ്റെ ഭാഗത്തുനിന്നും അത് പ്രശ്നമായില്ല. എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊന്നും ചെയ്യാനില്ല. അതൊരു കൃത്യമായ ഒരു ഒരു ഓയിൽ ചേഞ്ചും മറ്റു കാര്യങ്ങളും നടത്തിക്കഴിഞ്ഞാൽ എഞ്ചിൻ ഭാഗത്ത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വണ്ടി കൂടുതലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, വണ്ടി കൂടുതലും ഓടേണ്ട സ്ഥലം ദീർഘദൂര യാത്രയ്ക്കാണ്. ഈ വണ്ടി കൂടുതലും ദീർഘദൂര യാത്രയ്ക്കാണ് ഈ കൂടുതൽ ഓടിക്കേണ്ടത് എന്നുള്ളതാണ് ലക്ഷ്യത്തിലാണ് മിക്ക ആൾക്കാരും എടുക്കുക. മിക്ക ആൾക്കാരും, കൂടുതൽ ആൾക്കാർ ആ രീതിയിലാണെങ്കിൽ വാഹനം പ്രിഫർ ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ നിരാശപ്പെടുത്തരുത്. വാഹനം എടുക്കണമെന്നോ എടുക്കണ്ടയോ എന്നോ പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ ഈ വാഹനം എങ്ങനെ ഓടിക്കണം എന്നുള്ള കാര്യം, കാരണം ഇതൊരു ഓഫ് റോഡ് വണ്ടിയല്ല, വളരെ മൈൽഡായിട്ട് പോകുന്ന 40 മൈൽ കൂടുതൽ 40 കിലോമീറ്റർ നേരെ വേഗതയിൽ പോകാനുള്ള കപ്പാസിറ്റിയോ അതിനുള്ള സാങ്കേതികത്വമോ ഈ വണ്ടിക്ക് ഇല്ല. അങ്ങനെ ഓടിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത വണ്ടിയല്ല, വളരെ ചെറിയ രീതിയിൽ ഓടിച്ച് പോകാൻ വേണ്ടിയാണ്. ആ ഒരു പ്രതീക്ഷ മാത്രമേ ഈ വണ്ടിയിൽ വെക്കേണ്ടതുള്ളൂ. ഈ വാഹനം കൂടുതൽ മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ചിരുന്നെങ്കിൽ വണ്ടിയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായ ദീർഘദൂര യാത്രയും പിന്നെ മറ്റ് ഷോർട്ട് ഡിസ്റ്റൻസ് ആയെങ്കിൽ തന്നെ യാത്ര വളരെ കംഫർട്ടായിരിക്കും. കോൺഫിഡൻസോട് ഓടിക്കാം. വണ്ടി നമ്മളെ വഴിയിലാക്കില്ല എന്നൊരു ചിന്ത, അതാണ് നമ്മളെ ഒരു വാഹനത്തെ കൂടുതൽ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്നത്. ഞാനിന്നൊരു 10-500 കിലോമീറ്റർ അല്ലെങ്കിൽ 10-200 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ 200 കിലോമീറ്റർ ദൂരവും എനിക്ക് കേടാകില്ല എന്നൊരു ചിന്തയിൽ പോയാൽ മാത്രമേ എനിക്ക് ഈ ഒരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥം. അല്ലാത്ത വർഷം വണ്ടിയോടുള്ള താല്പര്യം കുറഞ്ഞു. എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വണ്ടി കൂടുതലും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല, നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതേസമയം ബുദ്ധിമുട്ടിലാക്കി. ആ ഒരു മിക്സഡ് ഫീലിംഗ് ആണ് എനിക്കുള്ളത്. ഒരു വാഹനത്തെ സംബന്ധിച്ച് ഒരു മിക്സഡ് ഫീലിംഗ് ആണ്. എന്നാണ് എനിക്ക് ബുള്ളറ്റിനെ പറ്റിയുള്ള റിവ്യൂ